മറ്റൊരു പ്രധാന കാര്യം സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം ഇന്നു മുതൽ ആരംഭിക്കുന്നതാണ്. ഭാവി തലമുറയുടെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ പൂർണ്ണമായും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കേരളത്തെ കേവലമൊരു ഉപഭോക്തൃ സംസ്ഥാനമായി നിലനിർത്താതെ ലോകത്തിന് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന ഉൽപ്പാദന കേന്ദ്രമായി മാറ്റാൻ നാം മുന്നിട്ടിറങ്ങുകയാണ്. വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും തുല്യമായി എത്തുന്നുവെന്ന് ഉറപ്പുവരുത്താനാവണം. നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് ഓരോരുത്തരുടെയും അഭിപ്രായം പ്രധാനമാണ്. സ്വന്തം ജീവിത പരിസരത്തിനും ആഗ്രഹങ്ങൾക്കും അനുസൃതമായ ഭാവി പരിപാടിയും അത് സംബന്ധിച്ച നിർദ്ദേശങ്ങളും ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. അവയാകെ കേൾക്കുക, ക്രോഡീകരിക്കുക, അതിനനുസൃതമായി പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. ഇത് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ്. ഏറ്റവും പ്രധാനമായ ഒന്നാണത്. ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ, അതേപോലെ തന്നെ ഒരുപാട് ആശയങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്നതിന് സർക്കാർ തീരുമാനിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്ന പദ്ധതി ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഓരോ പ്രദേശത്തിൻ്റെയും വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കുന്നതോടൊപ്പം അവിടങ്ങളിൽ അനുയോജ്യമായ വികസനം എത്തിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ, അതേപോലെ തന്നെ പുതിയ പദ്ധതികൾ, ഇവയിലെല്ലാമുള്ള ജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നതിനും ക്ഷേമപ്രവർത്തനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യകതക്കനുസരിച്ച് ലഭ്യമായോ ആ കാര്യത്തിൽ അഭിപ്രായം തേടുന്നതിനും ഈ പദ്ധതി സഹായകമാകും. അതായത് സർക്കാർ ഭാവിയിൽ നടപ്പാക്കേണ്ടുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയാനുള്ള ഒരവസരമായിട്ടാണ് ഇത് മാറുക. നവകേരള സൃഷ്ടിക്ക് കരുത്തു പകരുന്ന ഒരു പദ്ധതിയായിരിക്കും ഇത്. ഈ പദ്ധതിയുമായി എല്ലാവരും പൂർണ്ണ മനസ്സോടെ സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്രയുമാണ് ആമുഖമായി പറയാനുള്ളത്.